സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ക്യാമ്പയിന് വന്നതാണ്. ഇവിടെ നല്ലൊരു അന്തരീക്ഷത്തിൽ നല്ലൊരു ഫീൽ എനിക്ക്, ഒരു പോസിറ്റീവ് ഫീൽ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് കുറേ കാര്യങ്ങൾ, ക്യാമ്പയിനിൽ നിന്ന് കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. നമ്മൾ എന്താണ് ഇന്ന് ആദ്യം നോക്കണമെന്ന് മഹത്തായ സന്ദേശം എനിക്ക് ഇവിടുന്ന് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഭക്ഷണം എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ഭക്ഷണമാണ് ഇവിടുന്ന് നമുക്ക് ഇടയിരുന്നത്. താങ്ക് യു. പേര് കീർത്തന. ഞാൻ അംബേദ്കർ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിലെ B.Ed വിദ്യാർത്ഥിയാണ്. അപ്പോൾ B.Ed ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അംബേദ്കർ സ്കൂളിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ കുട്ടികളോടൊപ്പം ഇവിടത്തേക്ക് ആശ്രമത്തിലേക്ക് വരാനും ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് അറിയാനും സാധിച്ചു. അപ്പോൾ ഇന്നുണ്ടായ നല്ലൊരു ക്ലാസ് ആയിരുന്നു. കുട്ടികൾക്ക് ഒരുപാട് മൂല്യങ്ങളെ പറ്റി കുട്ടികൾക്ക് ഇന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ അവർക്ക് ഒരു പീസ്ഫുൾ മൈൻഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരമൊരു ക്യാമ്പ് അവരെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. നമ്മൾ എങ്ങനെയാണ് സമൂഹത്തോട് പെരുമാറേണ്ടതെന്ന് മനസ്സിലായി. എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറണം. ഈ ആശ്രമത്തിലേക്ക് വന്നപ്പോൾ തന്നെ നല്ലൊരു ശാന്തതയും സമാധാനവും ഒക്കെ ഫീൽ ചെയ്തു. മനസ്സിന് നല്ലൊരു സമാധാനം. പുറത്തെ ടൗണിലെ ഒച്ചപ്പാടുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് നല്ല പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരിടമായി എനിക്ക് ഫീൽ ചെയ്തു. ഇവിടുത്തെ ക്ലാസ് വളരെ നല്ലതായിരുന്നു. ഇവിടെ നിന്നുള്ള ക്ലാസ്സിൽ നിന്ന് എല്ലാം മനസ്സിലായിരുന്നു. ഇപ്പോൾ ഒരാളുടെ എങ്ങനെയാണ് പെരുമാറുന്നത്, നമ്മുടെ വാക്കുകൾ എല്ലാവർക്കും എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, നമ്മൾ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറണം, എല്ലാവരോടും നാം മറ്റുള്ളവരെ പറ്റി നാം കാണുന്നത് അപ്പോൾ നാം സ്വയം എങ്ങനെയാണെന്ന് നാം ചിന്തിക്കണം എന്ന് ഇവിടുത്തെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായി. നമ്മൾ മറ്റുള്ളവരെ പറ്റി എപ്പോഴും കുറ്റം പറയുന്നതിന് പകരം എപ്പോഴും നമ്മുടെ കുറ്റങ്ങൾ നമ്മൾ കണ്ടെത്തി അത് തിരുത്തണം എന്നീ ഇവിടുത്തെ ക്ലാസ്സിലൂടെ മനസ്സിലായി. ഓരോരുത്തർക്കും അവരുടേതായ വാല്യൂസ് ഉണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും കൃത്യമായ രീതിയിൽ ചെയ്യുന്നതും തന്നെ ഉള്ളൂ. നല്ലൊരു ക്ലാസ്സായിരുന്നു. ഒരുപാട് അറിവുകൾ കിട്ടി. നമസ്കാരം, എൻ്റെ പേര് അജിത് കുമാർ. GVH അംബേദ്കർ സ്കൂളിലെ ചെയർമാനാണ്. ഇവിടെ കുട്ടികളെ കൊണ്ടുവന്നിട്ട് നല്ലൊരു അനുഭവമായിരുന്നു. കുട്ടികൾക്ക് മാത്രമല്ല, നമ്മൾ ടീച്ചേഴ്സിനും വളരെ നല്ല അതുപോലെ ക്ലാസ് കൈകാര്യം ചെയ്ത അധ്യാപകരും നമ്മുടെ മനോഭാവത്തിലും കാഴ്ചപ്പാടിലും അതുപോലെ സമൂഹത്തിലെ കുട്ടികൾക്ക് നേരിടേണ്ടി വരുന്ന അവരുടെ വിഷമങ്ങളും അവരുടെ ആശങ്കകളൊക്കെ ആണെങ്കിൽ പങ്കുവെച്ചത്. അപ്പോൾ അതിന് നല്ലൊരു സൗഹൃദപരമായ രീതിയിൽ നല്ല കളിച്ചിരിയൊക്കെ ആയിട്ട് ക്ലാസ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ വന്ന സ്റ്റാഫ്, ഇവിടുത്തെ നിയമസം വഹിച്ച അവരെല്ലാം നല്ല രീതിയിലാണ് പെരുമാറിയത്. കുട്ടികൾക്കും നമുക്ക് എല്ലാവർക്കും നല്ല ഒരു അനുഭവമായിരുന്നു. പിന്നെ കാലാവസ്ഥ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമുക്കെല്ലാം കയറി കാണാനൊന്നും കഴിയില്ല. അതായത് പക്ഷേ ബാക്കി നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു അനുഭവം. നമ്മളിന്ന് സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിൻ്റെ ഭാഗമായി 8, 9 ക്ലാസ്സുകളിലെ കുട്ടികളെയും കൊണ്ടാണ് അനാഥാശ്രമത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു SSS എന്ന് പറയുന്ന യൂണിറ്റിൻ്റെ ഇതെന്ന് പറയുന്നത് സേവനം സഹജീവനം എന്ന മുദ്രാവാക്യത്തിലൂടെ ഊന്നി പോകുന്ന ഒരു സ്ഥാപനമാണ്, അല്ലെങ്കിൽ ഒരു സംഘടനയാണ്. സ്കൂളിൽ ഉണ്ടാകുന്ന ഒരു സംഘടനയാണ് സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം. അപ്പോൾ ആ കുട്ടികൾക്ക് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ചില സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ, നല്ല പ്രവർത്തനങ്ങൾ, അതിൻ്റെയൊക്കെ ഭാഗമാവാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമായിട്ടാണ് ഇങ്ങനെ ഒരു യാത്ര നമ്മൾ സംഘടിപ്പിച്ചത്. അപ്പോൾ ഞാൻ വരുമ്പോൾ തന്നെ കുട്ടികളോട് പറഞ്ഞത്, ബസ്സിൽ നിന്ന് ചോദിച്ചത്, നമ്മൾ കുറേ പേരോട് ചോദിച്ചു എത്ര പേര് വന്നിട്ടുണ്ട് അനാഥാശ്രമത്തിലേക്ക് മുൻപെന്ന് ചോദിച്ചപ്പോൾ കുറേ പേര് കൈ പൊക്കി. അപ്പോൾ നമ്മൾ ഒരു സ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്കുള്ള യാത്ര അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എത്ര സമയം എന്നുള്ളതല്ല, എത്ര പ്രാവശ്യം പോയി എന്നുള്ളതല്ല അതിൻ്റെ കാര്യം. ആ ഓരോ പ്രാവശ്യം പോകുമ്പോഴും നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം ഒരു പ്രാവശ്യം നമ്മൾ കാണുന്ന വീക്ഷണമായിരിക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടായിരിക്കില്ല മറ്റൊരു പ്രാവശ്യം പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്ന പല കാര്യങ്ങളും, അല്ലെങ്കിൽ അവർക്കുണ്ടായിരുന്ന പല ചിന്തകളെയും ഒന്ന് അവരുടെ ഫീഡ്ബാക്കിലേക്ക്, അവരുടെ ഞാൻ ഇന്ന് ചെയ്താൽ ഇതായിരുന്നു ശരിയെന്നുള്ള ചിന്തയിൽ നിന്നും
ഞാൻ ഇങ്ങനെ കുറേ മാറാനുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ തിരുത്താനുണ്ട് എന്നുള്ള കുറേ കാര്യങ്ങളിലേക്ക് ഇവിടെ നിന്ന് കിട്ടിയ ക്ലാസ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പശ്ചാത്തലം, അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്തിക്കാൻ സാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് കുട്ടികൾക്ക്. അപ്പോൾ ആ ഒരു അങ്ങനെ കിട്ടിയ ഒരു അവസരത്തിന്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്ന ക്ലാസ്സിന് എല്ലാം നമ്മുടെ സ്കൂളിൻ്റെ പേരിൽ CBHS അമ്പലത്തറയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു.